നായരാണ് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എണ്ണമറ്റ ആയുധങ്ങളുണ്ട് എന്നുള്ളത് പലതവണയായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഗതികെട്ട് നിൽക്കുന്ന ഒരു രാജ്യം, അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർ ആ അവസാന ആയുധങ്ങളുമെല്ലാം കൂട്ടത്തോടെ എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യത പോലും അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് യുദ്ധം അവസാനിക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടാകുമോ? കിരൺ സാർ, നമസ്തേ. നമസ്കാരം. ഈ വലിയ പോരാട്ടം ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ കണ്ടിരുന്നാൽ പറ്റില്ല. ഇന്ത്യയിലെത്തി മടങ്ങിയ കപ്പലിനെ നശിപ്പിച്ചു, അതിനും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അതൊരു വലിയ അപരാധം തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ വന്നു പോയ ആതിഥേയരാണ് അവരെന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഇന്ത്യ പ്രതികരിക്കണമായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നടത്താൻ സാർ ഏതുവരെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെ ഒന്നും കാണുന്നില്ല. ഏതായാലും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളതും പ്രത്യേകിച്ച് കേരളത്തിലുള്ളതായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളം അല്ലാത്തവരുമായിട്ടുള്ള അവരുടെ കുടുംബാംഗങ്ങളും അവരും എല്ലാം വല്ലാത്തൊരു അങ്കലാപ്പിലാണ് സാർ, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്ത്യ ഇതിനകത്ത് കാര്യമായിട്ട് ഇടപെടണം. മൗനം വിട്ട് ഇന്ത്യ ഇടപെട്ടേ പറ്റുള്ളൂ എന്നാണ് സാർ എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സലീമാണ്, മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സലീം, ഈ ഇറാന് ഇസ്രയേലും അമേരിക്കയും പോലുള്ള രണ്ട് ലോക ശക്തികൾ, ആയുധ ശക്തികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, അവർ ഒരുമിച്ച് നിന്ന് നേരത്തെ ആകാശം വഴിയായിരുന്നു യുദ്ധമെങ്കിൽ ഇപ്പോൾ ഒളിയുദ്ധം പോലും നടത്തി അവരുടെ കപ്പലുകൾ ഇല്ലാതെയാക്കുന്നു. അത് അവരുടെ തീരത്ത് വെച്ചല്ല എന്നതുകൂടി ആലോചിക്കണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണമാവും ഉണ്ടാവുക? നമസ്കാരം കിരൺ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു കാര്യം മറക്കരുത്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയും ഇന്ത്യ ആക്രമിക്കാൻ 7ാം കപ്പൽപ്പട അയച്ചവരാണ് അമേരിക്ക. മാത്രമല്ല, കാശ്മീർ വിഷയത്തിൽ ഇന്ന് വരെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു വാക്ക് പോലും അമേരിക്ക മിണ്ടിയിട്ടില്ല. അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരുപാട് പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, ഇന്നലെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ, ജമ്മു കാശ്മീരിന്റെ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ കാര്യമല്ലേ, അമേരിക്ക എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അമേരിക്ക ഇന്ന് വരെ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ മോദി സ്തുതിയും BJPന്റെ സ്നേഹമൊക്കെ നല്ലതന്നെ, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഇന്ത്യയോട് അമേരിക്ക നേരത്തെ എങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ട് എന്ന് കാര്യം മറക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇഷ്ടമുണ്ടായിട്ട് പറയില്ല, യുദ്ധം തീരുന്ന കാര്യം ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. 3 വർഷമൊക്കെ യുദ്ധം ചെയ്യാൻ തക്ക, ഇപ്പം യുക്രൈൻ യുദ്ധത്തിലാണ് അക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്ന്. 5 ദിവസത്തിനുള്ളിൽ യുക്രൈനെ അടിച്ച് തകർത്തിട്ട് റഷ്യൻ സേന മടങ്ങി വരുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ വർഷം 3 കഴിയുന്നു, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷേ യുക്രൈന്റെ ഭാഗത്ത് യുക്രൈനെ സഹായിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇറാനെ സഹായിക്കാൻ അങ്ങനെ ലോകത്ത് പ്രധാനപ്പെട്ട ആയുധ ശക്തികളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ 3 വർഷമൊക്കെ യുദ്ധം തുടരാനുള്ള ശേഷി ഇറാനുണ്ടോ? 3 വർഷമായപ്പോ യുക്രൈൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടാണ് നോക്കാം. പക്ഷെ ഒരു യുദ്ധവും പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. കരയുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാസങ്ങളും വർഷങ്ങളും നീളുന്നതാണ്. ഈ കാര്യത്തിൽ എന്തായാലും ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരുതരം പ്രത്യേകതരം ജീനുള്ള ജനങ്ങളാണ്. ഇറാൻ സർക്കാരിന് ഞാൻ ഒരിക്കലും നല്ലത് പറയില്ല. കാരണം പണ്ട് സൽമാൻ റുഷ്ദിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഇറാൻ ഭരണകൂടം എടുത്ത തീരുമാനത്തിനോട് ഞാൻ അങ്ങേയറ്റം പ്രതിഷേധിച്ച ഒരാളാണ്. അതുപോലത്തെ തീരുമാനം സ്വേച്ഛാധിപത്യ രാജ്യം തന്നെയാണ് ഇറാൻ, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അമേരിക്കക്ക് ഇതിലൊക്കെ ഇടപെടാൻ എന്താണ് അവകാശം എന്നുള്ളത് അമേരിക്ക വ്യക്തമാക്കണം. അവരാരാണ് ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങൾ തീരുമാനിച്ചത്? അവരായിരിപ്പിച്ചത് ഇന്ത്യ ഇത്രയും ശക്തി പ്രകോപിച്ച് ഇന്ത്യ ഒരു അക്ഷരം മിണ്ടാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉമ്മറാണ്, വഴിക്കടവ് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉമ്മർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എന്താ പറയല്ല, നമ്മുടെ നയതന്ത്രം വളരെ മോശം എന്നേ പറയാനുള്ളൂ. നമ്മൾ ഇടപെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇത്ര കാലമായിട്ടും ഒരു ബന്ധങ്ങളും ഇല്ലാതിരുന്ന ഇസ്രായേലിന് പോയി നമ്മളവിടുത്തെ സൗഹൃദം സ്ഥാപിച്ചു. ഇറാന് ഉള്ള കാലം മുതലേ നമ്മളായിട്ടുള്ള സൗഹൃദവും ബന്ധവും. മഹാത്മാഗാന്ധിയുടെ പേരിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ മിഞ്ഞാന്നത്തെ യുദ്ധത്തിൽ തകർത്തു പോയി, അറിയാലോ. അപ്പൊ നമ്മള് ആ കാര്യത്തിൽ ഇപ്പൊ ഇവിടെ വന്ന് സൈനികാഭ്യാസം നടത്തിയാണ്ട് തിരിച്ചു പോണ സാധനമാണ് ഇപ്പൊ ശ്രീലങ്കൻ കടൽ തീരത്തിട്ടുകൊണ്ട് അമേരിക്കന്റെ അന്തർവാഹിനി കപ്പല് മുക്കിക്കൊന്നത്. നമ്മള് നല്ല നയങ്ങളും ഒന്നും ഇതേപോലെ തന്നെ നമ്മൾ പാകിസ്ഥാന് നമ്മളെയും വിളിച്ചു, നരേന്ദ്രമോദി നമ്മളെ പ്രധാനമന്ത്രിനെ വിളിച്ചു. അവിടെ പട്ടാള മേധാവിക്ക് സൽക്കാരത്തിനാ വിളിച്ചത്, അവിടേക്കാണ് നമ്മളെ വിളിച്ചുകൊണ്ടത്. നമ്മളെ നയതന്ത്രത്തിൽ വളരെ വീക്കാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാണത്.
തന്ത്രപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇറാന്റെ കൂടെ ഒന്നുമില്ലെങ്കിലും വേണ്ട ഒരു അനുശോചനെങ്കിലും രേഖപ്പെടുത്തണ്ടേ ഒരു രാജ്യം? ഇത്ര കാലം നമ്മളിട്ട് നല്ല രീതിയിൽ നിന്ന രാജ്യമല്ലേ? ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താതെ നമ്മൾ എന്ത് സൗഹൃദം എന്താ പറയുന്നത്? അത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞത്, അമേരിക്ക എന്ത് കാര്യത്തിനാണ് ഈ ബോംബിട്ടത് എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ കിരണേ? അല്ലേ, അറിയാവോ? അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്താൽ സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിലെ അവരുടെ രാജ്യത്തിൻ്റെയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ എന്താണ് ഇറാൻ ആരെ സഹായിക്കുന്ന, ഹിസ്ബുള്ളയെ അടക്കം സഹായിക്കുന്ന നിലപാട് എടുക്കുകയും ഒക്കെ ചെയ്തതൊക്കെ പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആവാം എന്നാണ് അവരുടെ വിശദീകരണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.